വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്. കഴിയുന്നതും ഇത് കണ്ടതിന് ശേഷം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ അറിവിൽ ഒരു മരണം നടന്നു. 21 വയസ്സുള്ള ഒരു പയ്യൻ മരണപ്പെട്ടു. രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. ഫുട്ബോൾ മാച്ച് കണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ആൾ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് വീട്ടുകാർ ഓടിച്ചെന്ന് നോക്കി. എന്താണെന്ന് മനസ്സിലായില്ല. അറ്റാക്ക് ആണെന്ന് കരുതി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ അറ്റാക്ക് ആയിരുന്നില്ല, ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം കയറിയതാണ്. അപ്പൊ ശ്വാസം കിട്ടാണ്ടായി. ഇതിന്റെ ലക്ഷണം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രധാനം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അറ്റാക്ക് ആണോ അതോ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയതാണോ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയതാണോ ഇതൊന്നും മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്ന് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ കളി കണ്ടോളൂ. അത് ഇപ്പം എല്ലാവർക്കും ഒരു ഹരമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കളി കണ്ടോളൂ. പക്ഷെ കളി കാണുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുക. എന്നിട്ട് കളി കണ്ടതിന് ശേഷം നിങ്ങൾ പോയി കിടന്നുറങ്ങുക. കളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അപ്പം തന്നെ പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ടാവും. പിന്നെ കഴിയുന്നതും ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ചിരിച്ചുകൊണ്ട് ഒത്തിരി ചിരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരുപാട് സംസാരങ്ങളോ ഒച്ചത്തിലുള്ള സംസാരങ്ങളോ ചിരിച്ചുകൊണ്ടിരിക്കുന്നതോ ഒന്നും ഭക്ഷണ സമയത്ത് നല്ലതല്ല. അപ്പോൾ വളരെ കാമായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫോൺ ചെയ്യാതിരിക്കുക. ഭക്ഷണത്തിന്റെ സമയത്ത് ഫോണിലോ ടി വിയിലോ ശ്രദ്ധ പോകാണ്ട് നേരിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴും നമ്മുടെ തലച്ചോറ് വളരെ നന്നായിട്ട് അതിനെ എടുത്തോളും. അപ്പോൾ ഇനി ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാൽ ആള് തൊണ്ടയിലിങ്ങനെ പിടിക്കും. തൊണ്ടയിലിങ്ങനെ പിടിച്ചിട്ട് സംസാരം പുറത്തേക്ക് വരില്ല. എന്ത് പറയാൻ ശ്രമിച്ചാലും പുറത്തേക്ക് വരില്ല. ഇങ്ങനെ കുത്തി കുത്തി ചുമക്കുന്ന പോലെയൊക്കെ ഫീല് വരും. മുഖം നീല കളറാവും. മുഖത്തിന് കാരണം ഓക്സിജൻ കുറഞ്ഞു പോകും ശരീരത്തിൽ. തലച്ചോറിലേക്ക് പോകുന്ന ബ്ലഡിന്റെ അകത്തുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് മുഖത്തൊരു നീല കളറോ ചാര കളറോ ഒക്കെ വരും. ആ സമയത്ത് അറ്റാക്കാണ് അവിടെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആള് നെഞ്ച് പൊത്തിപ്പിടിക്കും. എന്തെങ്കിലും സംസാരിക്കാൻ കഴിയും. ശ്വാസകോശത്തിൽ കുടുങ്ങിയാൽ സംസാരിക്കാൻ പറ്റില്ല. മൂളക്കം വെറുതെ ഇങ്ങനെ ഇതാവും. നെഞ്ചുവേദനയാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. വേദന കൊണ്ട് കഠിനമായി ബുദ്ധിമുട്ടിയാൽ പോലും ചിലപ്പോൾ ചെറിയതായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ ശ്വാസകോശത്തിലാണ് ഭക്ഷണം പോയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ കുറെ വീഡിയോകൾ എല്ലാവർക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നല്ലതാണ്. കുറെ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയിലേക്ക് ഇനി പോകുന്നില്ല. അറ്റാക്കാണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെ റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞു തരാം. അതൊരു ഫസ്റ്റ് എയ്ഡ് ആണ്. ഒരിക്കലും അതൊരു ഇപ്പോൾ CPR കൊടുക്കുന്നത് പോലെ തന്നെ ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. CPR കൊടുക്കാൻ അറിയുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മുടെ സ്വന്തത്തിൽ ഉള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വെപ്രാളപ്പെട്ടിട്ട് ചിലപ്പോൾ അത് കൊടുക്കുന്നത് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഇത് ആർക്കും ചെയ്യാം. നമ്മുടെ ഈ കൈയിന്റെ എൽബോ സൈഡിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. രണ്ട് കൈകളും മാറി മാറി രണ്ടു വശത്തും ആളുകൾ നിന്നിട്ട് നന്നായിട്ട് അടിച്ചടിച്ച് കൊടുക്കുക. ഒരാളാണെങ്കിലും സാറില്ല, അടിച്ചടിച്ച് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം മാറി മാറി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഈ ഹാർട്ടിന്റെ ബ്ലഡിന്റെ പമ്പിങ് കൂടിയിട്ട് ആ ബ്ലോക്ക് തള്ളിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് CPR പോലെ തന്നെ ആള് റിക്കവർ ആയി എന്ന് നമുക്ക് തോന്നിയാലും അടിച്ചുകൊണ്ടേ ഇരിക്കുക ഹോസ്പിറ്റലിൽ എത്തണത് വരെ. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനെ കുറിച്ച് പേടിക്കണ്ട. കാരണം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞു, വളരെ പെട്ടെന്ന് ആൾ റിക്കവർ ആവും. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കുക. ലക്ഷണം മനസ്സിലാക്കി വെക്കുക. ചെയ്യേണ്ടത് മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.